ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. അപ്പോൾ ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Canal head regulator is aligned so as to reduce silt entry into the canal and to avoid backflow. അപ്പോൾ നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് അലൈൻ ചെയ്തിരിക്കുന്നത് സിൽറ്റ് എൻട്രിയും അതുപോലെ തന്നെ ബാക്ക് ഫ്ലോയും സിൽറ്റ് എൻട്രി റെഡ്യൂസ് ചെയ്യാനും ബാക്ക് ഫ്ലോ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ കനാലിലൊക്കെ അലൈൻ ചെയ്തിരിക്കുന്നത്. Capacity factor is the ratio of the mean supply discharge to the full supply discharge of canal. നമ്മൾ കനാലിലെ കപ്പാസിറ്റി ഫാക്ടർ ഒരു ടേം പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മെയിൻ സപ്ലൈ ഡിസ്ചാർജിൻ്റെയും ഫുൾ സപ്ലൈ ഡിസ്ചാർജിൻ്റെയും റേഷ്യോ ആണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റി ഫാക്ടർ ഡിസ്ചാർജിൻ്റെ റേഷ്യോ ആണ്. പിന്നെ വേറെ ടൈമിൻ്റെ റേഷ്യോ വരുന്നതുണ്ട്, ടൈം ഫാക്ടർ ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ റേഷ്യോ വരുന്നത് കപ്പാസിറ്റി ഫാക്ടറാണ്. അപ്പോൾ അത് മെയിൻ സപ്ലൈ ഡിസ്ചാർജ് ടു ദി ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ദ യൂഷ്വൽ സോയിൽ മോയ്സ്ചർ ഈസ് കാപ്പിലറി വാട്ടർ. ഇത് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമുള്ള ആ ഒരു മോയ്സ്ചർ ഏതാണ്? യൂസ്ഫുൾ ആയിട്ടുള്ള സോയിൽ മോയ്സ്ചർ എന്നത് കാപ്പിലറി വാട്ടറാണ്. Catchment area is an extent or an area of land where surface of water from precipitation converges to a single point. നമ്മൾ catchment area എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോസ് കമാൻഡ് ഏരിയയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത്. അപ്പം കറക്റ്റ് catchment ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്. അവിടെ എന്താണ് ഈ പ്രസിപ്പിറ്റേഷനുള്ള വാട്ടർ ഉണ്ടല്ലോ, സർഫസ് ഓഫ് വാട്ടർ ഒരു സിംഗിൾ പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അങ്ങനത്തെ അവിടുത്തെ ആ ഒരു ഏരിയയാണ് catchment ഏരിയ എന്ന് പറയുന്നത്. റെയിൻഫോൾ ലോസസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. നമ്മൾ ഈ റെയിൻഫോൾ ലോസൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഇപ്പോൾ ന്യൂസിലൊക്കെ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു അങ്ങനെയൊക്കെ പറയുന്നത് ആ ഒരു ഡെപ്താണ് അത് പറയുന്നത്. അതിൻ്റെ ഡെപ്തിനെയാണ് ആ ഒരു ടേമിൽ പറയുന്നത്. ഓവർഫ്ലോ ഡാം ഈസ് ജനറലി കൺസ്ട്രക്റ്റഡ് വിത്ത് കോൺക്രീറ്റ് ഓർ മേസൺറി. ഓവർഫ്ലോ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് കോൺക്രീറ്റ് അല്ലെങ്കിൽ മേസൺറി യൂസ് ചെയ്താണ്. പെർസെൻറ്റേജ് ഓഫ് ദ ഏരിയ ഇറിഗേറ്റഡ് ടു ദ ഇറിഗബിൾ കമാൻഡ് ഈസ് നോൺ ആസ് ക്രോപ്പ് ഇൻറ്റൻസിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ക്രോപ്പ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഏരിയ ഇറിഗേറ്റഡ് ടു ദി ഇറിഗബിൾ കമാൻഡ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ക്രോപ്പ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. എക്സ്പ്രസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ആയിരിക്കും ഏരിയ ഇറിഗേറ്റഡ് ടു ദി ഇറിഗബിൾ കമാൻഡ്. Cross regulator is constructed across the parent channel at the downstream of the off-taking channel for raising up the water level. അപ്പോൾ നമ്മൾ ഹെഡ് റെഗുലേറ്റേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ക്രോസ് റെഗുലേറ്ററും കനാലിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പാരൻറ്റ് ചാനലിന് അക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓഫ് ടേക്കിംഗ് ചാനലിൻ്റെ ഡൗൺ സ്ട്രീമിലായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് നമ്മൾ വാട്ടർ ലെവൽ റേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്രോസ് റെഗുലേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പാരൻറ്റ് ചാനൽ അക്രോസ് ആയിട്ടും അതുപോലെ തന്നെ ഓഫ് ടേക്കിംഗ് ചാനലിൻ്റെ ഡൗൺ സ്ട്രീമിലായിട്ടുമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. The upstream phase of a pier to minimize the obstruction to the flow of water from the upstream is known as cut water. അപ്പോൾ പിയറിൻ്റെ അപ്സ്ട്രീം ഫേസിനെ പറയുന്നത് കട്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ അപ്സ്ട്രീമിൽ നിന്ന് വാട്ടറിൻ്റെ ഫ്ലോയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാവുന്ന ആ ഒരു അപ്സ്ട്രീം ഫേസിനെയാണ് കട്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡൗൺ സ്ട്രീം ഫേസ് വരുന്നത് ഇങ്ങനെ ത്രോ വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ അപ്സ്ട്രീം ഫേസിനെ പറയുന്നതാണ് കട്ട് വാട്ടർ എന്ന് പറയുന്നത്. അത് അപ്സ്ട്രീമിലുള്ള ഫ്ലോ ഓഫ് വാട്ടറിൻ്റെ ഒബ്സ്ട്രക്ഷനെ മിനിമൈസ് ചെയ്യുന്നു. The part of the stored water in the reservoir basin which is not generally available for use is known as dead storage. അപ്പോൾ നമ്മൾ റിസർവർ ബേസിനിൽ ഒരു വാട്ടറിൽ ഒരു ഏറ്റവും താഴത്തെ ഒരു പോർഷനിൽ വരുന്ന വാട്ടറാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ വാട്ടർ യൂസ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് വേറെ അതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു വാട്ടറാണ് ഡെഡ് സ്റ്റോറേജ്, അവിടുത്തെ ആ ഒരു പോർഷൻ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന ഡെഡ് സ്റ്റോറേജിന് കുറച്ച് മുകളിലായിട്ട് വരുന്ന അത് തന്നെയാണ് ലൈവ് ഓർ യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ദ ഡാം വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ ഡ്യൂറിങ് ഫ്ലഡ്സ് ആൻഡ് റിലീസ് ഇറ്റ് ഗ്രാജുവലി അറ്റ് സേഫ് റേറ്റ് വെൻ ദ ഫ്ലഡ് റെസീഡ്സ് ഈസ് കോൾഡ് ഡിറ്റൻഷൻ ഡാം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാം ഉണ്ട്. അപ്പോൾ അതൊരു ടൈപ്പ് ഡാമാണ് ഡീറ്റൻഷൻ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലഡ് ടൈമിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് ഫ്ലഡ് കഴിയുന്ന സമയത്ത് അത് ഗ്രാജുവലി അത് ചെറിയ റേറ്റിൽ സേഫ് റേറ്റിൽ അത് റിസീഡ് ചെയ്യുന്നത് നമ്മൾ കളയുന്നു. അങ്ങനത്തെ ആ ഒരു
പർപ്പസിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്ത ഡാമിനെയാണ് ഡീറ്റൻഷൻ ഡാം എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഡിറ്റൻഷൻ ഡാമിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പത്തെ എക്സാംസിന്. പണ്ടത്തെയൊക്കെ എക്സാംസിന് 2016 എക്സാംസിനൊക്കെ ഈ ഡിറ്റൻഷൻ ഡാമിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചിട്ട് ഇത് ഏത് ഡാമാണ്, നമ്മൾ ഫ്ലഡ് ടൈമിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാം അത് ഏതാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ ഡിറ്റൻഷൻ ഡാമാണ്. The small reservoir used for water supply in a city is ഡിസ്ട്രിബ്യൂഷൻ റിസർവെയർ. അപ്പോൾ നമ്മളൊരു സിറ്റിയിലുള്ള വാട്ടർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയ റിസർവെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവെയർ എന്ന് പറയുന്നത്. The raised portion provided on the canal side of the service road for the safety of the vehicles running on it is known as dowel. അതായത് നമ്മൾ കനാലിൻ്റെ സർവീസ് റോഡിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള റേസ്ഡ് പോർഷനാണ്, അത് തന്നെയാണ് ഡോവൽ എന്ന് പറയുന്നത്. അത് പർപ്പസ് നമ്മൾ വെഹിക്കിൾസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന അതാണ് ആ ഒരു റേസ്ഡ് പോർഷൻ എന്ന് പറയുന്നത്. സർവീസ് റോഡിൻ്റെ കനാൽ സൈഡ് ഓഫ് ദ സർവീസ് റോഡിൽ അവിടെയാണ് നമ്മളിത് ഡോവൽ കൊടുത്തിട്ടുള്ളത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ റേസ്ഡ് പോർഷൻ പ്രൊവൈഡഡ് ഓൺ ദ കനാൽ സൈഡ് ഓഫ് ദ സർവീസ് റോഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ വെഹിക്കിൾസ് റണ്ണിങ് ഓൺ ഇറ്റ് ഈസ് നോൺ ആസ് ഡോവൽ. The crops which are ordinarily grown without irrigation water is called dry crops. നമ്മൾ ഇറിഗേഷൻ വാട്ടറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സാധാരണ ക്രോപ്സ് ഗ്രോ ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ക്രോപ്സിനെയാണ് ഡ്രൈ ക്രോപ്സ് എന്നത്. വെറ്റ് ക്രോപ്സ് ഉണ്ട്. പിന്നെ വെറ്റ് ക്രോപ്സും ഇറിഗേഷൻ വാട്ടർ വേണം. ഇറിഗേഷൻ വാട്ടറിലൂടെ മാത്രം ഗ്രോൺ ചെയ്യുന്ന ടൈപ്പ് ക്രോപ്സിനാണ് വെറ്റ് ക്രോപ്സ് എന്നും പറയുന്നത്. ദ ഡാം ഈസ് മെയ്ഡ് ഓഫ് എർത്ത് ഈസ് നോൺ ആസ് എർത്തൺ ഡാം. നമ്മൾ എർത്ത് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു ഡാമിനെ എർത്തൺ ഡാം എന്നാണ് പറയുന്നത്. ERH ഈസ് എഫക്റ്റീവ് റെയിൻഫോൾ ഹീറ്റോഗ്രാഫ്. നമ്മൾ ഇറിഗേഷനിൽ കുറച്ച് ഇങ്ങനെ ഫുൾ ഫോംസ് ഉണ്ട്. FSL കുറച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ള ഒരു ടേമാണ് ERH എന്നത്. എഫക്റ്റീവ് റെയിൻഫോൾ ഹീറ്റോഗ്രാഫ് എന്നാണ്. ഷാർപ്പ് ക്രസ്റ്റഡ് വെയേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ലാർജ് ഫ്ലോസ്. നമ്മൾ വെയേഴ്സിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തൊരു കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ഒന്ന് കാണുക. വെയേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പാണ് ഷാർപ്പ് ക്രസ്റ്റഡ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലാർജ് ഫ്ലോസിലൊക്കെയാണ് ഷാർപ്പ് ക്രസ്റ്റഡ് വെയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫീഡർ കനാൽ ഈസ് കൺസിഡേർഡ് ടു ഫീഡ് 2 or more കനാൽ. നമ്മൾ 2 അതിലധികമോ കനാൽസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ കൺസ്ട്രക്ട് ചെയ്യുന്ന കനാലാണ് ഫീഡർ കനാൽ എന്ന് പറയുന്നത്. സെയിം ഇതേപോലെ 2 or more കനാൽ ഫീഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഏത് കനാലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2020 ആ ഒരു എക്സാമിൽ, അപ്പോഴത്തെ ഒരു എക്സാമിനാണ്, സെക്കൻഡ് ഗ്രേഡ് എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫീഡർ കനാലാണ്. The amount of water held in the soil after excess gravitational water has been drained is called field capacity. അപ്പം എക്സസ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വാട്ടർ റിമൂവ് ആയതിനു ശേഷം, അതെല്ലാം പോയതിന് ശേഷം, ഡ്രെയിൻ ചെയ്ത് പോയതിനു ശേഷം അവിടെ ബാക്കി ലെഫ്റ്റ് ആവുന്ന ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. The maximum quantity of water that can be supplied from reservoir with full guarantee during critical period is called firm yield. അപ്പോൾ ക്രിട്ടിക്കൽ പീരീഡിൽ ഫുൾ ഗ്യാരൻറ്റിയിൽ റിസർവറിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിനെയാണ് ഫേം ഈൽഡ് എന്ന് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ ഫുൾ ഗ്യാരൻറ്റിയിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിസർവറിൽ നിന്നും സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫേം ഈൽഡ് എന്ന് പറയുന്നത്. To prevent overtopping of a dam during the period of peak flood, a sufficient margin is left between FRL and top of dam is known as free port. അപ്പോൾ നമ്മൾ ഇത് മുമ്പൊക്കെ എക്സാമിന് ഒരുപാട് പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അധികം ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം നെറ്റ് ഫ്രീ ബോർഡ്, ഗ്രോസ് ഫ്രീ ബോർഡ്, അങ്ങനെ അതൊക്കെ ഉണ്ട്, ടേംസൊക്കെ ഉണ്ട്. അപ്പം ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് ഒരു നമ്മൾ പീക്ക് ഫ്ലഡ് വരുന്ന ടൈമിലൊക്കെ ഓവർ ടോപ്പിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാർജിൻ അവിടെ ഒരു മാർജിൻ പറയുന്നത്, അതായത് FR ഫുൾ റിസർവെയർ ലെവലിനും ടോപ്പ് ഓഫ് ദ ഡാമിനും ഇടയ്ക്കായിട്ട് ഒരു മാർജിൻ ഉണ്ട്. ആ ഒരു മാർജിനാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. to prevent overtopping of a dam during the period of peak flood, a sufficient margins left between FRL and top of dam is known as freeboard. FRL എന്ന് പറഞ്ഞാൽ ഫുൾ റിസർവെയർ ലെവലിനും ടോപ്പ് ഓഫ് ദ ഡാമിനും ഇടയിലുള്ള ആ ഒരു സ്പേസിന് അതിനാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചില എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില എക്സാമിനൊക്കെ ഇത് ഫ്രീ ബോർഡ് ഓപ്ഷൻസിൽ ഉണ്ടായിട്ട് അത് നൺ ഓഫ് ദി എബോവ് ആയിട്ട് ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള എക്സാമും ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫ്രീ ബോർഡാണ്. ചില എക്സാംസിന് ഫൈനൽ ആൻസർ കീയിലൊക്കെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും അങ്ങനെ പഠിച്ചങ്ങ് പോവുക.
അപ്പോൾ ഇതാണ് ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ടോപ്പിക്സ് ഉണ്ട്. കുറച്ച് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാംസിൻ്റെ ഓവർസീ ഗ്രേഡ് എക്സാംസിനൊക്കെ ഇതിന് എക്സാംസിന് ക്വസ്റ്റ്യൻസൊക്കെ ഇതിന് വരാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മുൻപത്തെ കുറച്ച് വീഡിയോസിലൊക്കെ ബേസിക് ആയിട്ടുള്ള ടേംസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടാലും മുൻപോട്ടൊക്കെ വരുന്ന വീഡിയോസ് കുറച്ച് ഇയർ അതൊക്കെ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാലേ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ വീഡിയോ കാണാത്തതാണെങ്കിൽ അതൊക്കെ കാണുക. കണ്ടിട്ട് പിന്നെയുള്ള ടോപ്പിക്സ് ഒന്നുകൂടെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.